ഹായ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പിളിയുടെ വിശേഷം പറയാനായിട്ട് വന്ന കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്പിളി പ്രസവിച്ചു കേട്ടോ. നവംബർ 11 തീയതിയായിരുന്നു പ്രസവിച്ചത്. ഇതൊരു പെണ്ണാട്ടോ. അപ്പോൾ അവൾ പ്രസവിച്ച് പറമ്പിലായിരുന്നു. ഞങ്ങൾ പറമ്പിൽ പുല്ല് തിന്നാനായിട്ട് കൊണ്ട് കെട്ടിയപ്പോഴത്തേനാണ് അവൾ പ്രസവിച്ചത്. ഇതിപ്പം മാവിൻ്റെ ഇലയാണ് അമ്പിളി തിന്നുകൊണ്ടിരിക്കുന്നത്. പ്രസവിച്ച് കഴിയുമ്പോഴത്തേനും മാവിൻ്റെ ഇല കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൾ മാവിൻ്റെ ഇലയൊക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ കിടാവ് ഇങ്ങനെ കിടക്കുവാണ്. പതുക്കെ ഒന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്ത് തുടങ്ങി. സ്റ്റാർട്ടിങ്ങാണ്. പതുക്കെ എഴുന്നേക്കും വീഴും, എഴുന്നേക്കും വീഴും. നല്ല രസമാണ് കാണാനൊക്കെ. വീഴുന്ന കാണാൻ രസമെന്നല്ല, അവരെഴുന്നേറ്റ് നടക്കുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം ഇപ്പം പെട്ടെന്ന് വീട്ടിലേക്ക് നമുക്ക് മാറിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം രണ്ടുപേരെയും കൊണ്ട് അത്ര ആയില്ലല്ലോ, ഒത്തിരി സമയം ആയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറമ്പിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഒരു ചേട്ടനുണ്ട്, കുട്ടനെന്നും പറഞ്ഞ ആ ചേട്ടനാണ് ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് ഹെൽപ്പൊക്കെ ചെയ്തു തന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആ ചേട്ടനെയും കൂട്ടി പശുവിനെയും കിടാവിനെയും നമ്മൾ വീട്ടിലെത്തിച്ചു കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ കുഞ്ഞിക്കിടാവ് കിങ്ങിണി, ഞങ്ങളുടെ കിങ്ങിണി പശുവിൻ്റെ അടുത്ത് ചെന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അതിനെ തല്ലുകയും മാന്തുകയും എന്തൊക്കെയാണ് ചെയ്യണതെന്ന് അവൾക്ക് തന്നെ അറിയത്തില്ല. കാരണം അവളുടെ ലെവലിൽ അവളുടെ പൊക്കത്തിനനുസരിച്ചിട്ട് ഒരാളെ കിട്ടിയപ്പോഴത്തേനും അവൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ എൻ്റെ മേത്ത പേടിയൊന്നുമില്ലായിരുന്നു. അതിൻ്റെ അടുത്ത് പോയി തല്ലുകയും പിടിക്കുകയും ഇപ്പോൾ കണ്ടില്ലേ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ കുറേ നേരം അവൾ അതുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പശുവിനെ പിടിക്കാൻ പോകും. അവൾക്കങ്ങനെ പേടിയില്ലാത്തതുകൊണ്ട് അങ്ങനെ പുള്ളിക്കാരത്തി ഭയങ്കര സന്തോഷമായി, കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമായി കേട്ടോ. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് അങ്ങനെ പശുവിനെ ഇതിന് മുന്നേ പശു ഉണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ. അമ്മയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് മേലാത്തതുകൊണ്ട് പശുവിനെ വളർത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ പറമ്പിൽ പുല്ല് വളർന്നപ്പോഴത്തേനും ഒരു കുഞ്ഞ് കിടാവിനെ മേടിച്ച കേട്ടോ. പിന്നെ അതിനങ്ങ് കൊടുക്കാൻ തോന്നാത്തതുകൊണ്ട് ഞങ്ങളതിനെ വളർത്തി വലുതാക്കി. പിന്നെ അതിനെ കുത്തിയൊക്കെ വെച്ച് ഇപ്പം അത് പ്രസവിച്ചു. അപ്പോൾ ഇപ്പോഴും ഭയങ്കര മടിയാണ്. എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട് കൊടുക്കുമോ എന്ന്. പക്ഷേ എല്ലാവർക്കും ഒരു മടിയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വളർന്ന് വന്നോളുമല്ലോ. ജസ്റ്റ് ഒത്തിരി എന്താ പറയണേ, ബുദ്ധിമുട്ടൊന്നുമില്ല അവളെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബഹളമൊന്നുമില്ല, ആരെ കുത്താൻ വരുമോ അങ്ങനത്തെ ബഹളമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരുമാതിരി ഇപ്പം അവളുടെ ഇത് കാണിച്ചു തരാം കേട്ടോ. അതെ, ഇപ്പം 5 മാസമായി. ഇപ്പം അവൾ 5 മാസമായപ്പം ഞങ്ങളുടെ നന്ദിനി ഇരിക്കുന്ന കണ്ടില്ലേ. അവളുടെ കളറൊക്കെ മൊത്തത്തിൽ ചേഞ്ചായി കേട്ടോ. കറുത്ത കളറിൽ വെള്ളപ്പാണ്ട് പോലെ വന്ന് കണ്ടില്ലേ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ സ്പോട്ടായിട്ട് വെള്ളപ്പാണ്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ കളർ ചേഞ്ച് അവർ പറഞ്ഞിരുന്നു, ഇവിടെ വന്ന ചേട്ടൻ പറഞ്ഞിരുന്നു കളർ ചേഞ്ചായി വരുമെന്ന്. ഇപ്പം ഞങ്ങളുടെ അമ്പിളി ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഞങ്ങളങ്ങനെ രണ്ടുപേരെയും പുറത്തേക്കൊന്നും അധികം അങ്ങനെ കൊണ്ടുപോകാറില്ല. നേരത്തെ അമ്പിളിയെ കൊണ്ടുപോകായിരുന്നു. ഇപ്പം പ്രസവം കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്കൊന്നും അധികം കൊണ്ടുപോകില്ല. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രമേ അവളെ കെട്ടുള്ളൂ. മുറ്റത്തൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് പറമ്പുണ്ട്. അപ്പോൾ അവിടെ മാത്രമായിട്ട് നമ്മൾ കെട്ടുന്നത്. അപ്പോൾ ഇപ്പം വെയിലൊക്കെ ആയാലും നമ്മൾ പുറത്തേക്ക് അധികം കൊണ്ടുപോകാറില്ല. ഇനി ഇവളുടെ അമ്പിളിയെ കാണിച്ചു തരാം കേട്ടോ. അമ്പിളിയെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പം തൽക്കാലത്തേക്ക് കെട്ടിയിരിക്കുന്നത്. കാരണം മാവിൻ്റെ ചോട്ടിൽ തണലുണ്ട്, തണലത്താട്ടോ കെട്ടിയിരിക്കുന്നത്. കാരണം ഇവർക്ക് ഒത്തിരി വെയിൽ കൊണ്ട് ഭയങ്കരമായിട്ട് അണയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം വെയിൽ കൊള്ളിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാവിൻ്റെ ചോട്ടിലാണ് കെട്ടിയിരിക്കുന്നത്. ഇവളാണ് അമ്പിളി. ഭയങ്കര സ്നേഹമാണ്. അധികം ബഹളോ ചാട്ടോ അങ്ങനെ കുത്താൻ വരുമോ ഒന്നുമില്ല. അങ്ങനെ അനങ്ങാണ്ട് നിന്നോളും. ഒന്നിനും ഒരു ബഹളമില്ല കേട്ടോ. അപ്പം അവിടെ ചെളിയൊക്കെ പറ്റിച്ച് വെച്ചിട്ടുണ്ട്. മേത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചൂടായതുകൊണ്ട് നമ്മൾ ദേഹത്ത് കൂടെ കുറേശ്ശെ ഇടയ്ക്കിടയ്ക്ക് പൈപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും, അവർക്കൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ എപ്പോഴും ഉണ്ടാവും. കുടിക്കാനൊക്കെ ആയിട്ട് അടുത്ത് കൊണ്ട് വയ്ക്കും. ഇഷ്ടംപോലെ വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെള്ളമൊക്കെ ശരീരത്തിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.